ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാനൊരു കൂട്ടുകറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ സാധാരണ കൂട്ടുകറിയല്ല, സദ്യക്കൊക്കെ വയ്ക്കുന്ന കൂട്ടുകറിയല്ല. നമ്മൾ സാധാരണ വീടുകളിൽ വയ്ക്കുന്ന, സാധാരണ ദിവസങ്ങളിൽ വയ്ക്കുന്ന കൂട്ടുകറി. ഇപ്പോൾ ഓണസമയത്ത് തിരുവോണത്തിനൊന്നും കൂട്ടുകറി സാധാരണ വെക്കാറില്ല. ഞങ്ങൾ ഓണമൊക്കെ കഴിഞ്ഞ് രണ്ടോണം മൂന്നോണമൊക്കെ ഉണ്ടല്ലോ. ഈ രണ്ടോണം മൂന്നോണം ദിവസങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഓണ സമയത്ത് നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു കൂട്ടുകറിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് ഈ കൂട്ടുകറിക്ക്. വയസ്സായ ആൾക്കാർക്ക്, പല്ലില്ലാത്ത ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഈ കൂട്ടുകറി. ഒരു നോൺ വെജിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ കൂട്ടുകറിക്ക്. അപ്പോൾ അതെങ്ങനെയാണ് ഈ കൂട്ടുകറി, സാധാരണ ഉണ്ടാക്കുന്ന കൂട്ടുകറി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി കടലയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇന്നലെ രാത്രി ഞാനൊരു 200 ഗ്രാം ചുമന്ന കടലയുണ്ടല്ലോ, വലിയ കടല, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് രാവിലെ തന്നെ കുക്കറിലിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്കറിൽ നല്ലപോലെ വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങൾ തയ്യാറാക്കാം കേട്ടോ. കൂട്ടുകറിക്ക് സാധാരണ എടുക്കുന്നത് ചേനയും കായാണ്, നേന്ത്രക്കായാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളയണം. നേന്ത്രക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞ് നേന്ത്രക്കായ അത് 4 നുറുക്കണം കേട്ടോ. ഒപ്പം 4 ആദ്യം തന്നെ 2 പിന്നെ വീണ്ടും അതിൻ്റെ 2 അപ്പോൾ അങ്ങനെ 4 ഒരു അര ഇഞ്ച് വലിപ്പത്തിൽ, ഇഞ്ച് കനത്തിലാണ് നുറുക്കുന്നത്. ഇതാ ഇതുണ്ട്, ഇങ്ങനെ 4 ഒരു മുക്കാൽ ഇഞ്ച് കനത്തിലാണ് ഇങ്ങനെ കായ നുറുക്കുന്നത്. അങ്ങനെ കായ നുറുക്കിയിട്ടോ. അതിന് ശേഷം ചേനയും അങ്ങനെ തന്നെ ഒരു മുക്കാൽ ഇഞ്ച് കനത്തിൽ, ഒരു മുക്കാൽ ഇഞ്ച് സ്ക്വയറായിട്ട് കനത്തിലാണ് ചേനയും നുറുക്കുന്നത്. ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞ് അപ്പോൾ ചേനയും കായും നല്ലപോലെ നുറുക്കി കൊണ്ടുവന്നു കേട്ടോ. ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവാൻ വെച്ചിരുന്ന കടല നല്ലപോലെ വെന്തു കേട്ടോ. അതെ, നല്ലപോലെ കടല വെന്തു. അപ്പോൾ കടലയിലിട്ടാണ് ഈ കഷ്ണങ്ങളിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. ആ വെന്ത കടലയിലേക്ക് നമ്മൾ നുറുക്കി വീണ്ടും നല്ലപോലെ കഴുകി കൊണ്ടുവന്ന ഈ ചേനയും കായയുടെ കഷ്ണങ്ങൾ ഈ വേവിച്ച് വെച്ചിരുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുത്തു. ആ കഷ്ണങ്ങളെല്ലാം ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി നമ്മൾ വേറെ വറുത്തരയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കടലയിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഷ്ണത്തിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത്, വെള്ളം വേറെ ഒഴിച്ച് കൊടുത്തില്ല, ആ കടല വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കഷ്ണങ്ങളും മസാലയൊക്കെ ചേർത്തത് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ആ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു മസാല പൗഡർ തയ്യാറാക്കണം കേട്ടോ. സാധാരണ നമ്മൾ തീയലിനൊക്കെ വറുക്കില്ലേ, അതേമാതിരിയാണ് ഒരു അരമുറി തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്ന് ചുമക്കേ വറുക്കണം, അത് അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സാധാരണ തീയലിന് വറുക്കുന്ന മാതിരി തന്നെയാണ് ഈ കൂട്ടുകറിക്കും വറുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങി. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. മല്ലിപ്പൊടി ഒന്ന് ഒരുവിധം ഒന്ന് മൂത്ത് വരാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ആ പച്ചമണം മാറാനായിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്താലും പാത്രത്തിന് കുറച്ച് ചൂടുണ്ടാവുമല്ലോ, ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ചെറു ചൂടോടെ തന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ചെറു ചൂടോടെയാണ് ഇട്ട് കൊടുത്തത്.
വീണ്ടും നല്ലപോലെ ഇളക്കി നമുക്ക് ഒന്ന് ചൂടാറുമ്പോൾ നല്ലപോലെ അരയ്ക്കേണ്ട, നല്ലപോലെ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നാൽ മതി. നന്നായിട്ട് പൊടിക്കുക. തെരുതെരിപ്പായിട്ട് നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം. ഇതാ നമ്മൾ വേവിച്ച് വെച്ച കഷ്ണം വെന്ത് വന്നു കേട്ടോ. കടലയും ചേനയും വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെന്ത് വന്നു കേട്ടോ. അതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 10 15 ചുവന്ന ഉള്ളി, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഇങ്ങനെ വട്ടം വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുവന്ന ഉള്ളിയും കൂടി ഈ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. 5 6 വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇതുപോലെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് 5 6 കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും കൂടിയും ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ കറിവേപ്പിലയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ ഉള്ളി വഴറ്റിയെടുക്കില്ലേ, ചുമന്ന കളറാവുന്നത് വരെ, അതുമാതിരി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളിയുടെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. വെളിച്ചെണ്ണയിൽ ഉള്ളി ഒക്കെ മൂക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ മൂക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക നല്ലൊരു മണം തന്നെയാണ് അതിന്. അതൊക്കെ ഒരുവിധം നല്ല പോലെയൊക്കെ ഒന്ന് മൂത്ത് വന്നൊക്കെ നല്ല പോലെ ഞാനൊന്ന് പരത്തിയിട്ടു. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കഷ്ണങ്ങളുണ്ടല്ലോ, കടലയും ചേനയും കായും മസാലയൊക്കെ പറ്റി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കഷ്ണം കൂടിയും ചേർത്ത് വീണ്ടും ആ ഉള്ളി മുപ്പിച്ചതിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് എല്ലാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പൊടിയുണ്ടല്ലോ, തേങ്ങയും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തെരുതെരിപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും മല്ലിപ്പൊടി, മുളക് പൊടി, കറി മസാലപ്പൊടി, കുരുമുളക് പൊടി എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ പൊടിയും കൂടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതാണ് കേട്ടോ, ഇതാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാധാരണ ഉണ്ടാക്കുന്ന കൂട്ടുകറി. സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയല്ല, സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന കൂട്ടുകറി. അപ്പം നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്ന ഈ കൂട്ടുകറിക്ക്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ കൂട്ടുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.